ലക്ഷദ്വീപ് യാത്ര വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അത് ഏറ്റവും മനോഹരമായി എന്ന് തോന്നിയിട്ടുള്ളത് ഈ ലക്ഷദ്വീപ് യാത്രയാണ്. ലക്ഷദ്വീപ് യാത്ര വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. എന്നുവെച്ചാൽ നല്ല സത്യസന്ധമായ ജനങ്ങളും വളരെ നല്ല സ്നേഹമുള്ള ജനങ്ങളും ജീവിതത്തിലെ വളരെ നനുത്ത ഓർമ്മകൾ സമ്മാനിച്ച ഈ യാത്ര വളരെ ഈ ജനങ്ങളുടെ താമസിച്ച് മതിയായിട്ടില്ല. നിഷ്കളങ്കര ഈ ജനങ്ങളോട് താമസിച്ച് മതിയായിട്ടില്ല. ഞങ്ങളുടെ ലക്ഷ്യം ദ്വീപായിരുന്നു. അതുകൂടെ വന്ന് സാധാരണ വളരെ മനോഹരമായ ലക്ഷദ്വീപിലെ വളരെ ആഗ്രഹിച്ച സ്ഥലമായിരുന്നു. വളരെ മനോഹരമായ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ നന്നായിട്ടുണ്ട്. യാത്ര ഒരുപാട് നാട് കാണാൻ പോയിട്ടുണ്ടെങ്കിലും ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന തുരുത്തിൽ എത്തിയപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. കടലും കുറേ തെങ്ങും കുറേ നല്ല മനുഷ്യരുടെയും ഒത്തുചേരൽ. നമ്മുടെ നാടിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് അവരുടെ സ്വഭാവ സവിശേഷതയാണ്, അവരുടെ ജീവിത രീതിയാണ്. ആ കടല് ആ കരയിലേക്ക് അടിച്ചു കയറാതെ പവിഴപ്പുറ്റുകളുടെ മതിൽ കൊണ്ട് ഒരു കവചം തീർത്ത് ആ തുരുത്തിനെ അങ്ങനെ സംരക്ഷിച്ചു പോന്നു. ഞങ്ങൾ 8 പേരാണ് കൊല്ലത്തു നിന്നും ലക്ഷദ്വീപിലേക്ക് പോയത്. ഗോവ വഴി ലക്ഷദ്വീപിൽ എത്തുകയായിരുന്നു ഫ്ലൈറ്റിൽ. തിരിച്ച് വിമാനമാർഗം ഗോവയിൽ വന്ന് തീവണ്ടിയിൽ കൊല്ലത്തെത്തി. നല്ല ഭക്ഷണം, അതായത് ഒരു ഹോംലി ഫുഡാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ അവിടുത്തെ സ്കൂബ ഡൈവിങ്ങും അതുപോലെ യാത്രകളും അവിടുത്തെ നല്ല കുളിർമയേകിയ കാലാവസ്ഥയും കാറ്റും കാഴ്ചയും എല്ലാം മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത വരുത്തി. ചുട്ട മീനും തേങ്ങയിൽ നിന്നെടുക്കുന്ന നീരയും അതുപോലെ ടൂണ മത്സ്യം ഉണക്കി പൊടിച്ച് തേങ്ങയും ചേർത്ത് ചമ്മന്തിയാക്കി തന്ന് കഞ്ഞിയോടൊപ്പം കഴിച്ചതുമൊക്കെ എന്നും ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായി മാറി. ഏത് സമയവും കാറ്റാണ് അവിടുത്തെ ഒരു പ്രത്യേകത. നല്ല പഞ്ചാര മണ്ണും തെളിമയാർന്ന ജലവും നമ്മളെ ഏറ്റവും ഉന്മാദത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കുടുംബമായും സുഹൃത്തുക്കളുമായും അവിടെ എത്താം. 8-10 പേരുള്ള ഓരോ ഗ്യാങ് ആണെങ്കിൽ ഏറെ സൗകര്യപ്രദമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് നയിച്ചത്, ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്തത് അവിടുത്തെ സീനൂട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ആഗത്തി ദ്വീപിലെ തന്നെ സീനൂട്ടിയുടെ ഹസ്ബൻഡായ നിഷാദുമാണ്. അവർ ഫുൾ ടൈം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു കുറവും വരുത്താതെ ഞങ്ങളോടൊപ്പം നിന്ന് അവർക്ക് ഞങ്ങളൊരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. സ്കൂബ ഡൈവിങ്, സ്നോർക്കലിങ്ങും അതുപോലെ ഗ്ലാസ് ബോട്ടിലുള്ള യാത്രയും കടലിലെ സ്വിമ്മിങ്ങും ഒക്കെ വലിയ ഒരു പുതിയ അനുഭവമായി മാറി. കടലിൻ്റെ അഗാധമാം നീലിമയിൽ എന്ന് നമ്മൾ പാടി കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കടലിൻ്റെ അടിത്തട്ടിൽ ചെന്ന് മീനുകളോടൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വേറൊരു ലോകത്ത് ആ സ്വച്ഛന്ത സുന്ദരമായ ഒരു ശാന്തമായ അന്തരീക്ഷം നമ്മൾക്ക് കാണാം. എല്ലാ പിരിമുറുക്കവും മാറി ആ കടലിനോടൊപ്പം കടലിൻ്റെ മുകളിലുള്ള ആ തിരമാലകളുടെ ആർത്തുല്ലസിച്ചുള്ള അടിയും ബഹളമൊന്നുമില്ലാതെ വളരെ സൈലൻ്റായിട്ടുള്ള ഒരു അടിത്തട്ടാണ് നമുക്ക് കടലിൻ്റെ അടിയിൽ കാണാൻ പറ്റുന്നത്. അത് ഏറെ ഹൃദ്യമായി.